ഹായ് എവരിബഡി, നിങ്ങളൊരു സിങ് ട്രേഡറാണ്, അതല്ല ആദ്യമായിട്ട് സിങ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോളിയം യൂസ് ചെയ്തുകൊണ്ട് സിങ് ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സിങ് ട്രേഡ് പല രീതിയിൽ ചെയ്യുന്നുണ്ട്, പല സ്ട്രാറ്റജി യൂസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. സോ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതോട് കൂടെ തന്നെ ഈ ഒരു മെത്തേഡും കൂടി നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിങ് ട്രേഡ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ ഒരു മെത്തേഡിൽ നമ്മൾ വോളിയത്തിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആ ഒരു സ്റ്റഡിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ കോൾഗേറ്റിൻ്റെ സ്റ്റോക്കാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വോളിയം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു യെല്ലോ ലൈൻ ഉദ്ദേശിക്കുന്നത് 20 ഡേയ്സിൻ്റെ ആവറേജ് ആണ്. സോ ചില പർട്ടിക്കുലർ ഡേയ്സിൽ നമുക്കിവിടെ വോളിയം ഒരുപാട് കൂടുതൽ വന്നിട്ടുള്ളതായിട്ട് കാണാം. സോ അതിൻ്റെ അർത്ഥം ഈ ഒരു പർട്ടിക്കുലർ ഡേയ്സിൽ ഒരുപാട് അവിടെ ട്രേഡിംഗ് ക്വാണ്ടിറ്റി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ പ്രീവിയസ് ഡേയ്സിനെക്കാട്ട് കൂടുതൽ ട്രേഡിംഗ് ക്വാണ്ടിറ്റി അവിടെ അപ്ലൈ ആയി എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ട്രേഡിംഗ് ക്വാണ്ടിറ്റിയിൽ രണ്ട് രീതിയിലുള്ള ട്രേഡ്സ് അവിടെ നടന്നിട്ടുണ്ടാവുക. മേ ബി ഒരു ഇൻട്രാഡേ ബേസിസിലുള്ള ഒരു ട്രേഡിംഗ് ക്വാണ്ടിറ്റി അവിടെ നടന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡെലിവറി ബേസിസിലുള്ള ഒരുപാട് ട്രേഡ്സ് അവിടെ നടന്നിട്ടുണ്ടാവും. സോ ആസ് എ സിങ് ട്രേഡ് ഒരു ഇൻട്രാഡേ ബേസിസിൽ അവിടെ ഒരു ക്വാണ്ടിറ്റി കൂടുതൽ വന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ല. കാരണം ആ ഒരു ഡേ തന്നെ അതെല്ലാം ആ ഒരു ട്രേഡ്സ് എല്ലാം ക്ലോസ് ആവുന്നതായിരിക്കും. ബട്ട് ഒരു ഡെലിവറി ബേസിസിലാണ് അവിടെ ട്രേഡിംഗ് ക്വാണ്ടിറ്റി കൂടുതൽ നടന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ വലിയ ഫണ്ട്സൊക്കെ ഈ ഒരു ലെവൽസിൽ വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ വരുന്ന ആഴ്ച ആ ഒരു സ്റ്റോക്ക് നല്ലൊരു മൂവ്മെൻറ്റ് തരും എന്നാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ. സോ ആ ഒരു സ്റ്റഡി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഈ ഇങ്ങനത്തെ കണ്ടൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് അവർക്കും ഈ ഒരു രീതികളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇനിയുള്ള സ്റ്റഡി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആദ്യം നമുക്കൊരു ഡാറ്റ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ അതിനുവേണ്ടി നമുക്ക് NSEയുടെ വെബ്സൈറ്റിൽ വരാം. NSEയുടെ വെബ്സൈറ്റിൽ മാർക്കറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഡെയിലി മാർക്കറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് ആർച്ചീവ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ അഗൈൻ അതിനകത്ത് ഡേറ്റ് സെലക്ട് ചെയ്യുക. സോ ഒരുപാട് ഡാറ്റ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വേണ്ടത് ഫുൾ ബാവ കോപ്പി ആൻഡ് സെക്യൂരിറ്റി ഡെലിവറബിൾ ഡാറ്റ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ്. സോ അതിൻ്റെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. സോ ഒരു ബാവ കോപ്പി നമുക്കിവിടെ ഓപ്പണായി കിട്ടും. സോ ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് ഫിൽട്ടർ ചെയ്തോട്ടെ. സോ നമുക്ക് ഇവിടെ കാണാൻ സീരീസ് ഇന്നത്തെ ഒരുപാട് സെഗ്മെൻറ്റ് ബൈറ്റ്സ് ഉണ്ട്. സോ നമുക്ക് വേണ്ടത് ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകൾക്കിടെയും ഡാറ്റയാണ്. സോ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ബാക്കിയെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. സോ ഇപ്പോൾ നമുക്ക് ക്യാഷ് മാർക്കറ്റിലുള്ള എല്ലാ സ്റ്റോക്കിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേറ്റ്, പിന്നെ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, പ്രീവിയസ് ക്ലോസ്, ഓപ്പൺ, ഹൈ, ലോ, ലാസ്റ്റ് പ്രൈസ്, അതുപോലെ ക്ലോസ് പ്രൈസ്, ആവറേജ് പ്രൈസ്, ടോട്ടൽ ട്രേഡ് ക്വാണ്ടിറ്റി, പിന്നെ ടേൺ ഓവർ ഓൺ ലാക്സ് ആണ് നമുക്ക് നോക്കേണ്ട, പിന്നെ നമ്പർ ഓഫ് ട്രേഡ്സ്, അതുപോലെ ഡെലിവറി ക്വാണ്ടിറ്റി, ഡെലിവറി പെർസെൻറ്റേജ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ മിനിമം പ്രീവിയസ് 1 മന്തിൻ്റെ ഡാറ്റയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ അതിൽ കൂടുതൽ റേഞ്ചാണ് നിങ്ങളുടെ ആ ഒരു ചാറ്റ് പാറ്റേൺ ആണ് ആ ഒരു സ്ട്രാറ്റജിയിൽ നോക്കുന്നതെങ്കിൽ ആ ഒരു നാളിലെ അത്രയും ഡാറ്റ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 30 ഡേയ്സിൻ്റെ ഡാറ്റയാണ് പൊതുവേ നോക്കാറ്. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സൊന്നും 1 ഡേ പ്രോസസ്സല്ല, നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ഒരു എക്സൽ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ ലാസ്റ്റ് 30 ഡേയ്സിൻ്റെ കോൾഗേറ്റിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഡെലിവറി ബേസിലുള്ള ഡാറ്റ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഓൾറെഡി ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതെൻ്റെ ഷീറ്റാണ്. സോ ഇതിനകത്ത് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരു 1 മന്തിൻ്റെ, അതായത് ഇന്ന് 15 ആണ്, ഞാൻ ജൂൺ 1 തുടങ്ങി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
സോ ആ ഒരു സെലക്ട് ചെയ്യുന്ന ഡേറ്റയാണ് ഈ ഒരു ഷീറ്റിൽ നിങ്ങൾക്ക് കാണാവുന്നത്. ജൂൺ 1 തുടങ്ങി വെള്ളിയാഴ്ച 14th ജൂലൈ വരെ ഉള്ള ഡേറ്റയാണത്. സോ അതിൻ്റെ ഒരു ആവറേജ് ഡേറ്റ, ആവറേജ് ഡെലിവറി പെർസെൻറ്റേജ്, ഈ ഇത്രയും ദിവസത്തെ ആവറേജ് ഡെലിവറി പെർസെൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് 54.6 ആണ് ഈ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, സോ ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ഈ ഒരു 54.6 മുകളിൽ വന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ജൂൺ 2 തുടങ്ങി ജൂൺ 14 വരെ നമുക്ക് കാണാം. അത് കഴിഞ്ഞു ചില ദിവസങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്ത് ബാക്കി എല്ലാ ദിവസവും തന്നെ അത്യാവശ്യം നല്ലൊരു വോളിയം ഡെലിവറി പെർസെൻറ്റേജിൽ ട്രേഡ് ചെയ്യപ്പെട്ടായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്കിൽ ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പോകും എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. കാരണം ആ ഒരു റേഞ്ചിൽ ഇതിൻ്റെ പ്രൊപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ വലിയ ഫണ്ട്സ്, ഈ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ, ഈ ഒരു സ്റ്റോക്ക് ക്യാരി ചെയ്യുന്ന ഫണ്ട്സ് എല്ലാം ഒരുപാട് ആവറേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പിരമിഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ ആയിരിക്കാം ആ ഒരു റേഞ്ചസ്. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിലും ഈ ഒരു ലെവൽസിലാണ് ജൂൺ 1 ഈ ഒരു ലെവൽസിലാണ് അത് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ. സോ ഇതൊരു 200 മൂവിങ് ഡേയുടെ ആവറേജ് EMAയുടെ ലൈനാണ് ഡ്രോ ചെയ്തിരിക്കുന്നത്. സോ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ഒരു ലൈൻ സൈഡ് വേസ് ആണ്, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കുറച്ച് ഹയർ ലെവൽസിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓൾ ടൈം ഹൈലാണെന്ന് തോന്നുന്നു. അത് ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു രീതിയിലൂടെ നമുക്ക് സാധിക്കും. സോ 200 EMA ക്രോസ് ചെയ്ത് താഴേക്ക് വന്നു, ദെൻ അഗെയിൻ മുകളിലേക്ക് പോയി ഈ ഒരു റീടെസ്റ്റ് അഗെയിൻ ആ ഒരു മൂവിങ് ആവറേജിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മുടെ വോളിയം കൂടി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ലെവൽസിൽ ട്രേഡ് ചെയ്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് മറ്റൊരു സ്റ്റോക്ക് നോക്കാം, എസ്കോട്ട്. സോ എസ്കോട്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് ഹൈ ലെവൽസിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഒരു ബിഗിനറിനെ സംബന്ധിച്ചാണ് ചിലപ്പോഴൊക്കെ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ വെക്കും, അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ട് സോ ഒരു പ്രീവിയസ് ഹൈ ആയിരുന്നു, ഓൾ ടൈം ഹൈ ആയിരുന്നു ഈ ഒരു ലെവൽ. സോ ഇന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വോളിയം നോക്കുകയാണെങ്കിൽ കുറച്ച് എബോവ് ആവറേജ് ആണ് ഈ ഒരു ലൈനിന്, കുറച്ച് എബോവ് ആവറേജ്. സോ ഒരു പക്ഷേ പല ബിഗിനേഴ്സും ഈ ഒരു ലെവൽസിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവും, ഇതൊരു ബ്രേക്ക് ഔട്ട് ആണ് എന്ന് വിചാരിച്ചു. സോ ഇതൊരു ബ്രേക്ക് ഔട്ട് ആണോ എന്ന് നമുക്ക് നമ്മുടെ ഒരു എക്സൽ ഷീറ്റിൽ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. സോ ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളും ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇത് ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ആരും നിൽക്കരുത്, സ്വയം പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഇതൊരു സ്റ്റഡി മാത്രമായിട്ട് കണക്കാക്കുക. സോ ഈ ഒരു ലെവലിന് ഒരു ബ്രേക്ക് ഔട്ട് ആസ് പെർ ചാർട്ട് നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ എക്സലിൽ നോക്കുകയാണെങ്കിൽ എക്സലിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ജൂൺ 1. സോ ഇത് ഈ എക്സലിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു കുറച്ചുകൂടി ഓട്ടോമേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. എനിക്കുള്ള അറിവ് വെച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 34.6 ആണ്. സോ ഇതിൻ്റെ ആ ഒരു ആവറേജ് വാല്യൂക്ക് മുകളിൽ പോയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 12th ജൂൺ തുടങ്ങി 30th ജൂൺ വരെയാണ് ഓൾമോസ്റ്റ് പോയിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു 34.6 നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഓൾമോസ്റ്റ് 20, 24, 25, 27 ഈ റേഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഒരു എബവ് ആവറേജിലേക്ക് വന്നിട്ടില്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ 12th ജൂൺ തുടങ്ങി 30th ജൂൺ വരെയാണ് നമ്മുടെ സ്റ്റോക്ക് നല്ലൊരു വോളിയം ഉണ്ടായിരിക്കുന്നത്.
സോ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ തുടങ്ങി 12th ജൂൺ തുടങ്ങി 30th ജൂൺ ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ലാസ്റ്റ് നാളുകളിൽ ഒരുപാട് ഡെലിവറി ബേസിസിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, സോ അതിന് ശേഷം ഈ ഒരു ഏരിയയ്ക്ക് ശേഷം മുകളിലേക്ക് പോകുമ്പോഴെല്ലാം ഈ ഒരു ഏരിയയിലാണ് ഒരുപാട് ട്രേഡ് ചെയ്യപ്പെടുക. അതിനുശേഷം ഇപ്പോൾ ഓൾ ടൈം ഹൈയിലേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു ലെവലിലേക്ക് പോകുമ്പോഴെല്ലാം ഡെലിവറി ഡേറ്റയിലുള്ള വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. സോ ആസ് പെർ നമ്മുടെ ഒരു സ്റ്റഡി അനുസരിച്ച്, ഈ ഒരു എക്സൽ ഷീറ്റിൻ്റെ സ്റ്റഡി അനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ട് തന്നെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടായിട്ട് പോവുകയും അവിടുന്ന് മാർക്കറ്റ് അഗെയിൻ റീട്രേസ്മെൻറ്റ് താഴേക്ക് വരും എന്നാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ. സോ അതിന് ഈ ഒരു റീടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ ഈ ഒരു റീടെസ്റ്റിന് ശേഷം ദെൻ അഗെയിൻ ഈ ഒരു ലെവൽസിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഡെലിവറി വോളിയം കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ദെൻ അഗെയിൻ ഡെലിവറി വോളിയം കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലെവൽസിൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്തവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ്, അതിൻ്റെ സിങ് നോക്കിയിട്ട്. സോ ഇത് ഈ ഒരു പർട്ടിക്കുലർ ഷീറ്റ് ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യുക എന്നല്ല നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് ആ സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വോളിയം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ട്രേഡ് കുറച്ചും കൂടി ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. സോ എന്നെ സംബന്ധിച്ച് ഞാനൊരു മൂവിങ് ആവറേജിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. സോ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ ഞാൻ ട്രേഡ് ചെയ്യില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഈ ഒരു ഏരിയയിലാണ് ഡെലിവറി കൂടുതൽ വന്നിരിക്കുന്നത്. ആൻഡ് അഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്, ഡെലിവറി കുറഞ്ഞുകൊണ്ട് വരികയാണ്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് റീട്രേസ്മെൻറ്റ് ഈ ലെവൽസിലേക്ക് വരുമ്പോൾ നമ്മുടെ ലെവലിൽ വരിക, ആ ഒരു പ്രൈസ് റേഞ്ച് എത്തുകയും വീണ്ടും ആ പ്രൈസ് റേഞ്ചിൽ എത്തുമ്പോൾ വോളിയം കൂടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ ഒരു ട്രേഡ് എടുക്കുന്നതായിരിക്കും. സോ ആ ഒരു ട്രേഡിങ് സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ നിങ്ങൾ ഏതാണോ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വോളിയം അനാലിസിസും കൂടി ചെയ്യുക. ഓക്കെ, സോ മറ്റൊരു സ്റ്റോക്കും കൂടി നോക്കുകയാണെങ്കിൽ ടാറ്റ കെമിക്കൽസ്. സോ നമ്മളൊരു ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കി. അതേപോലെ തന്നെ ഒരു മൂവിങ് ആവറേജിൻ്റെ അടുത്തുനിന്ന് മാർക്കറ്റ് ടേൺ അറൗണ്ട് ചെയ്ത ആ ഒരു സിനാരിയോ നമ്മൾ നോക്കി. സോ അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു ചാറ്റ് പാറ്റേൺ ആണ്. സോ ഇത് ടാറ്റ കെമിക്കൽസിൻ്റെ സ്റ്റോക്കാണ്. സോ ഇവിടെ നമ്മൾ വേഗത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഈ ഒരു പാറ്റേൺ ഈ ഒരു രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, സോ ആ ചാർട്ട് പാറ്റേൺസിൻ്റെ ഒരു ട്രേഡ് അനുസരിച്ച് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ട്രേഡ് വെയിറ്റ് ചെയ്ത് ഇത് ഏത് സൈഡിലേക്കാണോ ബ്രേക്ക് ഔട്ട് വരുന്നത് ആ ഒരു സൈഡിൽ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ അനുസരിച്ചുള്ള ട്രേഡിങ് സെറ്റപ്പ്. സോ ഈ ഒരു ചാർട്ട് പാറ്റേണിൽ ചാർട്ട് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എപ്പോഴാണ് ട്രേഡ് ചെയ്യേണ്ടത്, കുറച്ചുകൂടി സേഫായിട്ട് ട്രേഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് ഒന്ന് നോക്കാം. ഓക്കെ, സോ അതിനുവേണ്ടി ആദ്യം നമ്മൾ സ്റ്റോക്കിന് സെലക്ട് ചെയ്യണം. ദെൻ നമുക്ക് ആവശ്യമുള്ള അത്രയും ടൈം പീരീഡിലുള്ള ഡാറ്റ സെലക്ട് ചെയ്ത് ഒരു ആവറേജ് കാണുന്നു. ഓക്കെ, സോ ഒരു ആവറേജ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 42.13 ആണ്. സോ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 4 ദിവസങ്ങളിലായിട്ട് ഡെലിവറി വോളിയം ഒരുപാട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 11, 12, 13, 14 ആ ഒരു ദിവസങ്ങളിൽ ഡെലിവറി വോളിയം കണ്ടിന്യൂസ് കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 11, 12, 13 ഈ ഒരു 3 ദിവസം റെഡ് ക്യാൻഡിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ബട്ട് ഈ റെഡ് ക്യാൻഡിൽസിൽ അവിടെ ഡെലിവറി ബേസിസിലുള്ള ക്വാണ്ടിറ്റി ഒരുപാട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇപ്പോൾ ഈ ഒരു ട്രേഡ് ലൈനിൻ്റെ അടുത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻ ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ അടുത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടും ഇതൊരു സപ്പോർട്ടായിട്ടും ഇത് റെസിസ്റ്റൻസ് ആയിട്ടും ഇവിടെ ഒരു സപ്പോർട്ടായിട്ടും ഇപ്പോൾ ആക്ട് ചെയ്യുന്നു. സോ ആ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് എത്തി.
സോ ഇവിടെ മാർക്കറ്റ് ബൗൺസ് ചെയ്തു. സോ ഈ ഒരു ഏരിയയിലെല്ലാം ഡെലിവറി ബേസിസിൽ ഒരുപാട് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ആ ഒരു ലെവൽസിലേക്ക് വീണ്ടും മാർക്കറ്റ് എത്തുകയാണ്. സോ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് അഗെയിൻ ഒരു സ്വിംഗ് തരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ്, ദെൻ അഗെയിൻ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ അതിനനുസരിച്ച് മുകളിലേക്ക് നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. സോ നമ്മുടെ ഈ ഒരു എക്സൽ ഷീറ്റ് അനുസരിച്ച് കുറച്ച് ഏർലി എൻട്രി നമുക്ക് ഇതേപോലത്തെ പാറ്റേൺസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ വീണ്ടും ഞാൻ പറയുന്നത് ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നാളെ പോയി ടാറ്റ കെമിക്കൽസിൽ ആരും ബൈ ചെയ്ത് ലോസ് വന്നാൽ എന്നെ ഒന്നും പറയരുത്. ഇതൊരു ജസ്റ്റ് സ്റ്റഡിയാണ്. മുമ്പും ഈ ഒരു സിനാരിയോസിലെല്ലാം ഈ ഒരു സ്റ്റഡീസിലൂടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ബട്ട് നമുക്കറിയാം മാർക്കറ്റ് അൺപ്രെഡിക്റ്റബിൾ ആണ്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഈ ഒരു സ്റ്റഡി അനുസരിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ഡെലിവറി വോളിയം കൂടിയിട്ടുണ്ട്. സോ ഇതേപോലത്തെ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിന് മുമ്പ് ഇതേപോലത്തെ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.